നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ മുളപ്പിച്ച ചെറുപയർ മുളച്ച് വരുന്നുണ്ട്. മുളപ്പിച്ച ചെറുപയർ കൊണ്ട് ഒരു മെഴുക്ക് പറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതിന് പയർ മുളപ്പിച്ച് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഈ പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടൊന്നും നമുക്ക് ഒട്ടാണ്ട് കിട്ടും, കുഴയില്ല. സാധാരണ ചെറുപയർ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അത് കുഴയുമല്ലോ, ഇത് കുഴയില്ല. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം, എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഉണ്ണിന് നല്ലൊരു മാങ്ങ ചമ്മന്തി അരയ്ക്കാം. അതിന് ഒരു ചെറിയ മുറി നാളികേരം, പിന്നെ ഒരു പകുതി മാങ്ങ, ചുവന്നുള്ളി, 2 പറ്റ വെളുത്തുള്ളി, പിന്നെ വീട്ടിലുണ്ടായ പച്ചമുളക്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ വെളുത്തുള്ളി 2 പറ്റ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി 2 പറ്റ ചേർക്കുന്നത്. അത് നമ്മൾ ചേർത്തത് ഇപ്പോൾ അറിയില്ല, നമ്മൾ അരച്ച് കഴിഞ്ഞാൽ അറിയില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. മാങ്ങ ചമ്മന്തി അരച്ചെടുത്തു. ഇപ്പോൾ വെള്ളച്ചമ്മന്തി പച്ചമുളക് ചേർത്ത് അരച്ചാകാൻ. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇത് രുചിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുപയർ വെന്തോ നോക്കാം. വെന്ത് വരുന്നുണ്ട്, കണ്ട വെന്തിട്ടുണ്ട്. ഇത്തിരി കൂടി വെള്ളം വറ്റാണ്ട്, ആ വെള്ളം വറ്റി നമുക്കത് കാച്ചിയെടുക്കാം. കണ്ട, ഒരു പയർ മുളപ്പിച്ചതായാലും ഒരു പയർ ഒന്നിനോടൊന്ന് ഒട്ടാതെ കിട്ടും. പയറൊക്കെ സാധാരണ നമ്മൾ കുക്കറിൽ അടിക്കരുത്, കുക്കറിൽ അടിച്ച് കഴിഞ്ഞാൽ പായസമാവും. കുക്കറിലല്ലെങ്കിലും പാത്രത്തിലാക്കിയാലും ചില സമയത്ത് പായസമാവും. ഇത് കണ്ട ഒന്നിനോടൊന്ന് ഒട്ടാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പയർ വെന്തോ, ഇനി അത് നമ്മൾ കാച്ചിയെടുക്കാം. ചട്ടി ചൂടായി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില. ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ചേർക്കാം. മുളകും ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ മൂത്ത് വന്നു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ അതിലേക്ക് ചേർക്കാം. കണ്ട, ഒരെണ്ണം പോലും കണ്ട പാത്രത്തിൽ പൊട്ടി പിടിച്ചിട്ടില്ല. അങ്ങനെ നമ്മളുടെ രുചിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ മുളപ്പിച്ച മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട്. കണ്ട, ഒട്ടാതെ കട്ട പിടിക്കാണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.